അമ്മ ചോരുന്നു എന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു ശരിക്കും. അതെ അതെ, ഇപ്പൊ മാറ്റി, ഇന്നലെ അത് മാറ്റി. മോനും മോന്റെ അനിയനും തന്ന വീടല്ലേ അത്. മോൻ അവിടെ വന്നപ്പോ ചോർച്ച വല്ലതും കണ്ടായിരുന്നോ? മോനുള്ളതാ, മോനും മോന്റെ അനിയനും, അല്ലാതെ ലോകത്തിൽ ആർക്കും ഇതിൻ്റെ അകത്ത് അവകാശമില്ല. ഇത് ചാനലിൽ പിന്നെ വന്ന ഒരു അവതാരകനോട് മുൻകൂട്ടി പറഞ്ഞു വീട് ചോരുന്നുണ്ടോ എന്ന് ചോദിക്കണോ, അല്ലെങ്കിൽ ഒരിക്കലും വീട്ടിൽ കഞ്ഞി വെച്ചോ എന്ന് ചോദിച്ചില്ലല്ലോ. അവരിപ്പോൾ അവിടെ നിന്ന് എല്ലാം കൂടെ വരാൻ പറ്റുമോ? ഇല്ല, അവർ തന്നെ വന്ന് ശരിയാക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അവസാനം അവർ തന്നെ വന്ന് അവർ ഷീറ്റിട്ടു. ഷീറ്റിട്ടപ്പോൾ വീടിൻ്റെ എർശലടിക്കുന്ന മാറി. ഇപ്പം മഴ പെയ്യുമ്പോൾ എർശലടിക്കും. രേണുവിൻ്റെ ഫാദർ എന്നോട് പറഞ്ഞത് ആ കൊച്ചിക്ക് അറിവില്ലായിരുന്നു, അതിനെ പറയാൻ അറിയത്തില്ലായിരുന്നു, അറിവേട് പറഞ്ഞാണെന്നൊക്കെയാണ് പറയുന്നത്. ഫാൻ വീണെന്ന് അറിഞ്ഞു, നെഞ്ചത്ത് വീണതായിട്ടുണ്ട് പറഞ്ഞിട്ടില്ല. ഫാൻ ഇളകി വീണെന്ന് പറഞ്ഞു. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് നെഞ്ചത്ത് വീണെന്ന്. നെഞ്ചത്ത് വീണെങ്കിൽ അദ്ദേഹം പപ്പ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ പോകണം. സാധാരണ ഇത് ഓപ്പറേഷൻ ചെയ്തിരിക്കുന്ന ആൾ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ പോകും. ഹോസ്പിറ്റലിൽ പോയതായിട്ട് എനിക്ക് അറിയത്തില്ല. ഇനി അദ്ദേഹം നെഞ്ചത്ത് വീണ് ഹോസ്പിറ്റലിൽ പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ ദുനിയാവിൽ എവിടെയാണെങ്കിലും ഞാൻ പോയതിനെ കാണാൻ. എനിക്ക് അവനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ എനിക്ക് അവനോട് ഒറ്റ കാര്യം ചോദിക്കുന്നത്, എടാ നിന്റെ വീട്ടിലെ ഏതെങ്കിലും ഒരാളുടെ ചരമവാർഷികത്തിന് നീ ഡാൻസ് കളിക്കുമെന്ന് മാത്രമേ എനിക്ക് ചോദിക്കാൻ പറ്റൂ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നോർമൽ ഉള്ള ഒരാള് ഇത് ചെയ്യുമോ? എനിക്കിതിനെ പറ്റി പറയാനുള്ളത് എനിക്ക് പറയാം, പുച്ഛമെന്ന് എനിക്ക് തോന്നുള്ളൂ. മരിച്ച ആളുടെ ഭാര്യ പോയി എൻ്റെ അവനെ ഹസ്ബൻഡിന്റെ ചരമവർഷത്തിന് വന്ന് ഡാൻസ് കളിച്ച 1000 നന്ദി. ഇതാര് പറയും? കൊല്ലം സുധി എന്ന് പറഞ്ഞാൽ അതിലെ കലാകാരനെ അപമാനിക്കുന്നതിന് തുല്യല്ലേ? അപമാനിക്കുന്നതിന് തുല്യ. കലാഭവൻ മണിച്ചേട്ടൻ മരിച്ചു, ഒരു അനുസ്മരണം നടത്തുന്നുണ്ടല്ലോ. ആ അനുസ്മരണത്തിൽ ചെന്നിട്ട് ആരെങ്കിലും ഡാൻസ് കളിക്കുന്നുണ്ടോ? ഈ സംഭവത്തിനെല്ലാം കാരണക്കാരനായിട്ട് ഈ ലോകത്തിൽ ഒരേ ഒരാളേ ഉള്ളൂ. ഞാൻ നോക്കിയിടത്തോളം ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേൽ. അദ്ദേഹം ഈ വസ്തു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. അല്ല, ഇപ്പോൾ ശരിക്കും പറയാൻ രേണുവിൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരാഗ്രഹം, ചിലപ്പോൾ ഇപ്പോൾ എറണാകുളത്തൊക്കെ ഡെയിലി ഷൂട്ടല്ലേ, അപ്പോൾ അവിടെ വല്ല ഒരു ഫ്ലാറ്റ് വല്ല വാങ്ങിയാലോ അല്ലെങ്കിൽ അവിടെ താമസിക്കുകയോ ചെയ്താൽ. ഈ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ രേണുസുധി ഉന്നയിച്ചൊരു കാര്യമുണ്ട്. ഞാൻ ഇതുപോലെ വിവാദ പരാമർശങ്ങൾ നടത്താതിരിക്കാം, അതുപോലെ വേറെ ഷൂട്ടിങ്ങിന് പോകാതിരിക്കാം, എനിക്ക് മാസം 1 ലക്ഷം രൂപ വെച്ചിട്ട് നിങ്ങൾ തന്നാൽ മതി എന്നാണ് പറയുന്നത്. മാസം 1 ലക്ഷം രൂപയോ? ജില്ലാ കളക്ടർക്കില്ല മാസം 1 ലക്ഷം രൂപ ശമ്പളം. ബിഗ് ബോസിൽ പോകുന്നു, ബിഗ് ബോസിൽ പോകണം. എനിക്കൊന്ന് നെഗറ്റീവ് കമൻറ്റുകൾക്ക് വേണ്ടിയായിരിക്കും ഈ കുട്ടി ചെയ്യുന്നത്. കാലിലൊക്കെ പറഞ്ഞു കൊടുത്ത് കാണും, ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വന്നാൽ ബിഗ് ബോസിൽ കിട്ടും, എൻട്രി കിട്ടും എന്നൊക്കെ പറഞ്ഞ്. നമസ്കാരം. 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 ഇപ്പൊ താജ് പത്തനംതിട്ടയും ചില വിവാദങ്ങളിലൊക്കെ പെട്ട് നിൽക്കുകയാണ്. വിവാദങ്ങളിൽ പെട്ടുപോയി. എന്താണ് രേണുസുധിയും സംബന്ധിച്ചുള്ള വിവാദത്തിലേക്ക് വരാനുള്ള കാരണം? വിവാദത്തിലേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, സുധി എൻ്റെ പഴയ സുഹൃത്തായിരുന്നു. സുധി അങ്ങനെ എന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമായിരുന്നു. സുധിക്ക് ഒരു വിഷയം ഉണ്ടായപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഇടപെട്ടു. പെട്ടെന്നങ്ങ് പറയാം. അതിനുശേഷം സുധി പിന്നെ 5/6/2023 സുധിയും നമ്മുടെ പ്രിയപ്പെട്ട ബിനു അടിമാലിയും കുഞ്ഞുമോൻ മഹേഷും എല്ലാം കൂടെ സഞ്ചരിച്ച ഒരു വാഹനം ഇടിച്ച് ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ കൊടുങ്ങല്ലൂർ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ വെച്ച് പ്രിയപ്പെട്ട സുധി 5/6/2023 ഈ ലോകത്തോട് വിട പറയുന്നു. ഈ വിവരം നമ്മളറിയുന്നു. എല്ലാ ലോകമെമ്പാടുമുള്ള മലയാളികൾ സുധിയെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരെല്ലാവരും അറിഞ്ഞു. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ലോകം കണ്ടതിൽ വെച്ച് ഒരാൾ മരണപ്പെട്ടാൽ ഇത്രയും അധികം ജനങ്ങൾ, ഒന്ന് നമ്മുടെ മുൻ മുഖ്യമന്ത്രി കെ നായനാർ മരിച്ചപ്പോൾ വൻ ജനാവലിയായിരുന്നു. മലയാള സിനിമയുടെ മാണിക്യം കലാഭവൻ മണിച്ചേട്ടൻ മരിച്ചപ്പോൾ വൻ ജനാവലിയായിരുന്നു. ക്യാപ്റ്റൻ രാജു, അങ്ങനെ ഇങ്ങനെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ, ഉമ്മൻചാണ്ടി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മരണപ്പെട്ടപ്പോഴൊക്കെ വൻ ജനാവലിയായിരുന്നു. അതുപോലെ ഒരു ജനസാഗരമായിരുന്നു പ്രിയപ്പെട്ട സുധിയുടെ വീട്ടിലേക്ക്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ സുധിയുടെ നമ്പറിലേക്ക് വിളിച്ചു. അങ്ങനെ അപ്പം രേണുവിൻ്റെ ചേച്ചിയെ എടുത്തു, രേണുവുമായിട്ട് സംസാരിച്ചു. അന്ന് അവിടെ പുന്നപ്ര മധുവിൻ്റെയും മനോജിൻ്റെയും അച്ഛൻ്റെ പേരിലുള്ള തുമ്പപ്പൂ പുരസ്കാരമുണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ പുന്നപ്ര കുറച്ച് ബുക്കും കാര്യങ്ങളെല്ലാം സഹായിക്കാൻ വേണ്ടി അവിടെ പോയിരുന്നു. അന്ന് ആ ദിവസം തന്നെയാണ് അവിടെ നിന്നാണ് വിളിച്ചത്. അന്ന് അവിടുന്ന് ചെന്നു സുധി. അപ്പം വിളിച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, താജിക്കായി മറക്കാൻ പറ്റുമോ, നന്ദി പ്രകടിപ്പിക്കുമല്ലോ. നമ്മൾ ജീവനോടുള്ളപ്പം ഈ മരിച്ചു കഴിഞ്ഞ് ഒരാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ ജീവനോടിരിക്കുന്നവരെ കാണാനാണ്. മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ വയ്യാതെ കിടക്കുന്നു അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞ ഒരാളെ കാണാൻ പോകുന്നത് ജീവനോടിരിക്കുന്നവരാണ് നമ്മൾ കാണാൻ പോകുന്നത്.
അതെ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ സഹായിച്ചൊരു വ്യക്തി എന്നുള്ള രീതിയിൽ അവർ ആ വീട്ടുകാർ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ നല്ല സൗഹൃദമായിട്ട് പോയി. വീടിനെ സംബന്ധിച്ചുള്ള നിരവധി വിമർശനങ്ങളുണ്ട്. വീടിന്റെ ക്വാളിറ്റി ഇല്ല, ഈ വീട് പറ്റീസാണ് കൊടുത്തത്, അല്ലെങ്കിൽ ജിപ്സം ബോർഡ് കൊണ്ടാണ് പണിത്, അങ്ങനെയുള്ള പല പല സോഷ്യൽ മീഡിയയിൽ അടക്കം വിമർശനങ്ങൾ. ജിപ്സം ബോർഡ് കൊണ്ട് അല്ല, ജിപ്സം ജിപ്സം വെച്ചിട്ടുള്ള ഭിത്തികൾ സ്മൂത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്തായിട്ടും അതിന് വിമർശനങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് പിന്തുണയും ഒരു സൈഡിൽ നിന്ന് വിമർശനങ്ങളും, രണ്ട് രീതിയിലാണ് പോകുന്നത്. അത് താങ്കൾ ഇത് കാണുമ്പോൾ അതുപോലെ ഫാൻ വീണ പ്രശ്നങ്ങൾ, മോട്ടോർ കംപ്ലൈന്റ് ആയ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ഫിറോസ് പറഞ്ഞ നിരവധി പ്രശ്നങ്ങൾ താങ്കൾ പറഞ്ഞിട്ടുണ്ട്, താങ്കളോടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താങ്കൾ ഇതിനേക്കുള്ള എന്ത് പ്രതിവിധികളാണ് സംസാരിച്ചത്? അതായത് മീഡിയേറ്റർ ആയിട്ട് നിൽക്കുവാണ്. ഞാൻ മീഡിയേറ്റർ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞ ആരെയും വിളിച്ച് കാണിയില്ലേ? ഇതെന്ത് അവരിപ്പോൾ അവിടെ നിന്ന് എല്ലാം കൂടെ വരാൻ പറ്റുമോ? അല്ല, അവർ തന്നെ വന്ന് ശരിയാക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. ഇപ്പം അവസാനം അവർ തന്നെ വന്ന് ഒരു ഷീറ്റ് ഇട്ടു. ഷീറ്റ് ഇട്ടപ്പോൾ വീടിൻ്റെ എർശലടിക്കുന്ന മാറി. ഇപ്പം മഴ പെയ്യുമ്പോൾ എർശലടിക്കും, അതങ്ങ് മാറിയില്ലേ? അതങ്ങ് ചെയ്താൽ പോരായിരുന്നു. അല്ലെങ്കിൽ വീട് പിന്നെ മൊത്തവും പിന്നെ ഇളകി പോകുന്നു പറഞ്ഞാൽ പോരായിരുന്നു. അത് മൊത്തം ഇളകി പോകുന്ന വീഡിയോ എടുത്തിട്ട്, ഇത് ഇളകി പോകുന്ന വീഡിയോ എടുത്തിട്ട് പേഴ്സണലി എനിക്ക് അയച്ചു തന്നാൽ പോരായിരുന്നു. അല്ലെങ്കിൽ ഫിറോസ് ഭായിക്ക് അയച്ചു കൊടുത്താൽ പോരായിരുന്നു. ഇത് ചാനലിൽ പിന്നെ വന്ന ഒരു അവതാരകനോട് മുൻകൂട്ടി പറഞ്ഞു വീട് ചോരുന്നുണ്ടോയെന്ന് ചോദിക്കണമെന്ന്. ഇല്ലെങ്കിൽ ഒരിക്കലും വീട്ടിൽ കഞ്ഞി വെച്ചോന്ന് ചോദിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചില്ലല്ലോ. ഇളയ കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നോന്നല്ലോ അവതാരകൻ ചോദിച്ചത്. അല്ലെ പപ്പ, രേണുവിൻ്റെ പപ്പ ഓപ്പറേഷനൊക്കെ ചെയ്തിരിക്കുന്ന ആളെ സുഖമാണെന്നല്ല ചോദിച്ചത്. വീട് ചോരുന്നുണ്ടോ? ഇളയ കുഞ്ഞിൻ്റെ മുറി കിടക്കുന്ന മുറിയാ ഋതുവിൻ്റെ എന്തോ ഋതപ്പൻ്റെ മുറിയാ ചോരുന്നതെന്നൊക്കെ പറഞ്ഞു. ഋതപ്പൻ്റെ മുറി എവിടെ ചോരുന്നു? ഈ പറഞ്ഞ കാര്യം തിരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ഇപ്പോൾ ഈ പറയുന്ന കാര്യം എനിക്ക് മാറ്റി പറയാൻ പറ്റുമോ? ഇല്ല. നാക്കുപിഴയാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പറഞ്ഞ കാര്യം പറഞ്ഞായിട്ട് നമ്മൾ അംഗീകരിക്കണം. അല്ലെ, രേണുസുതി വ്യക്തമായും ചോർച്ചയാണ് വീടിനും തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷം പിന്നീട് ചില മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങളിൽ ചാറ്റിലായിരുന്നു എന്ന് മാറ്റി പറയുന്നു. അങ്ങനെയല്ല, രേണുവിൻ്റെ ഫാദർ എന്നോട് പറഞ്ഞത് ആ കൊച്ചിക്ക് അറിവില്ലായിരുന്നു, അതിനെ പറയാൻ അറിയത്തില്ലായിരുന്നു, അറിവേട് പറഞ്ഞാണെന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ റെക്കോർഡിംഗ് ഉണ്ട്. സാറിന് എൻ്റെ ഈ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് 2 പ്രാവശ്യം ഉണ്ട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം തന്നെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫോൺ കോളിൽ സംസാരിക്കും പറയുന്നുണ്ടല്ലോ ചോർച്ചയാണെന്ന്. വീട് മുഴുവൻ ചോരുകയാണെന്നാണ് പറഞ്ഞത്. പറഞ്ഞ കാര്യം തിരിച്ചെടുക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ വോയിസ് അല്ലെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? പറഞ്ഞ കാര്യം എങ്ങനെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റുന്നത്? ഇപ്പോൾ മറ്റൊരു ആരോപണം ഇതിനകത്തുണ്ട്, ഈ ഫാൻ വീണ് പുള്ളിക്ക് നെഞ്ചത്തടക്കം പരിക്കുകൾ ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്കൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നു? ശരിക്കും ഫാൻ വീണെന്ന് അറിഞ്ഞു, നെഞ്ചത്ത് വീണതായിട്ടുണ്ട് പറഞ്ഞിട്ടില്ല. ഫാൻ ഇളകി വീണു എന്ന് പറഞ്ഞുള്ളൂ. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് നെഞ്ചത്ത് വീണെന്ന്. നെഞ്ചത്ത് വീണെങ്കിൽ അദ്ദേഹം പപ്പ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ പോകണം. സാധാരണ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്ന ആൾ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ പോകും. ഹോസ്പിറ്റലിൽ പോയതായിട്ട് എനിക്ക് അറിയത്തില്ല. ഇനി അദ്ദേഹം നെഞ്ചത്ത് വീണ് ഹോസ്പിറ്റലിൽ പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ, ഉറപ്പായിട്ടും ഞാൻ ഈ ദുനിയാവിൽ എവിടെയാണെങ്കിലും ഞാൻ പോയതിനെ കാണാൻ. കാരണം ഒരാൾക്ക് അപകടം പറ്റി ഹോസ്പിറ്റലിൽ കിടക്കും, നമ്മൾ പോയേ പറ്റത്തുള്ളൂ. അതായത് രേണുസുതി പറയണതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മേത്ത് വീണു. എനിക്ക് തോന്നിയത് വോൾ ഫാൻ അല്ലേ, പിന്നെ ഇറുതപ്പം വല്ലതും വള്ളിയിൽ വല്ലതും ഇങ്ങനെ പിടിക്കാമല്ലോ, അതിൻ്റെ സ്പീഡ് വലിക്കാமல் ചിലപ്പോൾ വീണതായിരിക്കാം. ചുമ്മാ വീഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഏതായാലും വീണു. അവരിപ്പോൾ അത് ഫിറ്റ് ചെയ്ത് കാണും. ഇല്ല, ഫിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നാളെ ഒരാളിനെ കൊണ്ട് വിളിച്ച് അവനെ കൊണ്ട് ഫിറ്റ് ചെയ്യിപ്പിച്ച് കൊടുക്കാം. അതിൽ കൂടുതലല്ലേ പറയാൻ പറ്റത്തും. പിന്നെ ട്രോഫി എടുത്ത് കട്ടിൻ്റെ അടി വെച്ചെന്ന് പറഞ്ഞു. സൂക്ഷിച്ചു വെച്ചാണെന്നാണല്ലോ പറയുന്നത്. സൂക്ഷിച്ച് വെക്കുന്ന സാധനം. എന്നിട്ട് എന്നാ പിന്നെ രേണുവിന് കിട്ടിയ സാധനങ്ങളെല്ലാം കൂടെ സൂക്ഷിച്ച് വെച്ചാൽ പോരായിരുന്നു കട്ടിൻ്റെ അടിയില്ലേ? രേണു സുതി ആയത് സുതിയിലൂടെ. സുതിയിലെ ട്രോഫി എടുത്ത് വെച്ചതിനോട് ന്യായീകരിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. രേണുവിന് കിട്ടിയ മൊമെന്റോ ഒക്കെ എടുത്ത് ജാക്കറ്റ് കെട്ടി കട്ടിനടി വെച്ചിരുന്നെങ്കിൽ പറയുന്നതിന് ലോജിക്ക് ഉണ്ടായിരുന്നു. ശരിയല്ലേ? അതെ. രേണുവിലൂടെ അല്ല സുതിയിലൂടെ അല്ലേ രേണു ലോകം പ്രശസ്തയായത്? ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മകനായി ഭൂമിയിലേക്ക് ജനിച്ചിട്ട് ഞാൻ അവരെ തള്ളി പറയാൻ പറ്റുമോ? ഇല്ല. എൻ്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടതാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ ഞാൻ തടിയിൽ കുത്തി എൻ്റെ കാറിൻ്റെ അവിടെ ഡാഷി ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് അവരെ കാണാൻ വേണ്ടിയിട്ടല്ലേ, അവരെൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്തല്ലേ അതൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ അതായത് ചോർച്ച ഉണ്ടെന്ന് അറിയില്ല താങ്കളെ ഫോൺ വിളിച്ച് പറഞ്ഞു പറഞ്ഞു പിതാവ് രേണുവിൻ്റെ അച്ഛൻ. അപ്പോൾ അത് എത്ര നാൾ മുന്നേ ആയിരുന്നു? അതൊരു 6-7 മാസം മുന്നേ. 6-7 മാസം മുന്നെയാണ് ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞത്. അത് മഴ പെയ്യുമ്പം എർസിലടിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് ആരെങ്കിലും ഒരാളെ വിളിച്ച് കാണിയില്ലേ? ഇതേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആരെങ്കിലും ഒരാളെ വിളിച്ച് കാണിയില്ല. നമ്മുടെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ഒരു സെസ് ഉണ്ട്, അത് ലേബർ ഡിപ്പാർട്ട്മെന്റിൽ അടയ്ക്കണം. ഇത് അടച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്പർ ഇട്ട് കിട്ടും, ടാക്സും അടയ്ക്കുന്നു, ഒരു വിഷയമില്ല. അപ്പം കറണ്ടിൻ്റെ മീറ്റർ എടുത്ത് മാറ്റി ഇവിടെ വെക്കാം. നിലവിൽ ഇപ്പം പഞ്ചായത്തിൻ്റെ കെട്ടിടത്തിൻ്റെ നമ്പർ ഇല്ലെങ്കിലും
ഈ ഗവൺമെൻറ് ഇപ്പോൾ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് ഒരു പുതിയ ഉത്തരവ് കൊണ്ടുവന്നിട്ടുണ്ട്. കെട്ടിടത്തിന് നമ്പർ ഇല്ലെങ്കിലും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും ആ കെട്ടിടത്തിന് കറണ്ട് കൊടുക്കണം എന്ന് ഒരു ഉത്തരവുണ്ട്. അങ്ങനെയാണോ ഇപ്പോൾ രേണുസുതിയുടെ വീടിന് കറണ്ട് ഉള്ളത്? അത് കൺസ്ട്രക്ഷൻ പെർമിറ്റിൽ അവർ കറണ്ട് എടുത്താൽ എനിക്ക് തോന്നുന്നു കൺസ്ട്രക്ഷൻ ഇതിലാണ് കറണ്ട് എടുത്തതെങ്കിൽ അവരുടെ കറണ്ട് ബില്ല് ഇപ്പോഴും കൂടുതലായിരിക്കും. ഞാൻ ഒരു വെളിപ്പെടുത്തൽ ഇപ്പം പറയുന്നതാണ്. കൃത്യതയോട് പറയുകയാണെങ്കിൽ അവരുടെ വീടിന് നമ്പർ ഇട്ടിട്ടില്ല, ഇപ്പോഴും കൺസ്ട്രക്ഷൻ പർപ്പസിലാണ് ആ കറണ്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അവരുടെ കറണ്ട് ബില്ല് കൂടുതലാണ്. അപ്പം നമ്മൾ റെസിഡൻഷ്യൽ പർപ്പസിലേക്ക് വരുമ്പോഴാണ് കറണ്ട് ബില്ല് കുറയുന്നത്. അത് ഞാൻ ഇന്ന് പിന്നെ രേണുവിന് ചേച്ചി ഒന്ന് വിളിച്ച് ചോദിക്കാം. മോനെ ഇതിപ്പം ഇതൊന്ന് ചാനലുകാരിലൊന്ന് ഇത് ഒന്ന് കേൾപ്പിച്ചോട്ടെ, ഈ സൗണ്ട് മോൻ പറയുന്നു കേൾപ്പിച്ചോട്ടെ. ആദ്യം മുതൽ പറയണേ. ഹലോ മോനെ. മോനെ മനസ്സിലായോ? എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. വിഷയങ്ങളൊക്കെ ഒന്നും അറിയുന്നില്ലേ മോനെ? നമ്മൾ ചെയ്ത ഉപകാരങ്ങളൊക്കെ മോൻ അറിയാമല്ലോ. മോനെ മരിച്ചതിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിലും ഞാനൊരു വീഡിയോ എടുക്കാനോ എന്തേലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇല്ല. ഞാൻ ഒരു ചാനലുകാരെ കൊണ്ടുവരികയോ, കാരണം നമുക്ക് അതിന്റെ പബ്ലിസിറ്റിക്ക് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. പപ്പാജി അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ ഉള്ള കാര്യം അറിയാമല്ലോ, ഞാൻ സഹായിച്ചത് അറിയാം. അപ്പൊ നമ്മളെപ്പോഴും മരിച്ചു കഴിഞ്ഞ ഒരാൾ മരിച്ചു കഴിഞ്ഞ ഒരാളെ കാണാൻ വരിക എന്ന് പറഞ്ഞാൽ അത് ജീവനോടിരിക്കുന്നവരെ കാണാനാണ്. പിന്നെ മോനെ കണ്ടപ്പോഴാണെങ്കിലും ഞാൻ പറഞ്ഞു മുടിയൊക്കെ വെട്ടണം, നല്ല പഠിക്കണം. നീ മോനെ അച്ഛൻ സംസാരിക്കുന്ന പോലെ വലുതായിട്ട് സംസാരിക്കത്തില്ല, ഒരു ഇതുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ കാര്യങ്ങൾ ചെയ്ത് വീടിൻ്റെ നമ്പറിങ് ചോരുന്നു എന്നൊക്കെ പറഞ്ഞു മോനെ, അങ്ങനെ ഒരു വിഷയമൊക്കെ ഉണ്ടായി. ഇത് വലിയ ഇതായിപ്പോയി. അമ്മ ചോരുന്നു എന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു ശരിക്കും. അതെ അതെ, ഇപ്പൊ മാറ്റി, ഇന്നലെ അത് മാറ്റി മോനെ. മോനും മോൻ്റെ അനിയനും തന്ന വീടല്ലേ അത്. അത് മോൻ വന്ന് ചാനലിൽ പറയണം. ആന്നു മോന്റെ അതിന്റെ അത് മോനുള്ളതാ. മോനും മോന്റെ അനിയനും അല്ലാതെ ലോകത്തിൽ ആർക്കും ഇതിന്റെ അകത്ത് അവകാശമില്ല. ഇനി പപ്പാടെ മോൻ എങ്ങനെ വിളിക്കുന്ന അച്ഛനെ? അല്ല പിന്നെ സുധിയെ അച്ഛൻ അപകടം പറ്റി മരിച്ചു. അതിന്റെ ഇൻഷുറൻസ് എമൗണ്ട് തുക കിട്ടും. ആ തുക കിട്ടുമ്പോഴും അതിന് ആ തുക വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ സർക്കാരിൽ നിന്നും ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. അത് മോൻ ചെയ്യണം. ഞാനത് പറഞ്ഞു തരാം അതിന് എന്തൊക്കെ വേണമെന്നുള്ളത് കേട്ടോ. ആ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ ആർക്കൊക്കെ അതിൻ്റെ അകത്ത് അവകാശം ഉണ്ടെന്നറിയോ? മോൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്ക്, മോൻ അച്ഛൻ്റെ അമ്മ, അതുപോലെ തന്നെ പിന്നെ രേഷ്മ തങ്കച്ചൻ ഒഫീഷ്യൽ നെയിം. അതുപോലെ തന്നെ മോൻ്റെ അനിയൻ 18 വയസ്സ് വരെ ആകുന്നതിനും വരെ ഇപ്പം തന്നെ 1 കോടി രൂപ കിട്ടുവാണെങ്കിൽ അത് ഇത്രയും പേർക്കും തുല്യമായിട്ട് വീതിച്ചിട്ട് അതിൻ്റെ ഏറ്റവും ഇളയ മോന് ആ 18 വയസ്സ് വരെ ആയിക്കഴിഞ്ഞാൽ പൈസ ആ മോൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് നിയമം, മനസ്സിലായോ? ഉദാഹരണം പറഞ്ഞാൽ രേണുവിന് ഒരാൾ 1000 രൂപ അയച്ചു കൊടുത്താൽ അത് ആ 1000 രൂപയിൽ മോൻ അവകാശമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഇത്. ഞാൻ മോനോട് ചോദിച്ചിട്ടാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് ആ കറണ്ടിന്റെ കാര്യം ചോദിക്കണം. KCB മോൻ ചോർച്ച പിന്നെ ചാനലുകാരൊരു കാര്യം ചോദിക്കുന്നു. 1 മിനിറ്റ് ഞാൻ കൊടുക്കാം. ചോദിച്ചു മോൻ അവിടെ വന്നപ്പോ ചോർച്ച വല്ലതും കണ്ടായിരുന്നോ? കറക്റ്റായിട്ട് അറിയത്തില്ല. ഓക്കെ. മോനോട് ആരെങ്കിലും ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു? ചോർച്ച ഉണ്ടെന്ന് അതെന്നാ മോനെ പറഞ്ഞേ? കുറച്ചായല്ലയോ? എന്തെന്നാ പറഞ്ഞ? വീട് വാർപ്പിന്റെ അകത്തൂടെ മൊത്തം ചോരുന്നെന്നോ? ചോർച്ച ഉണ്ട്, അതേ ഉള്ളല്ലേ? ഇപ്പൊ നമ്മുടെ വീട് ഇളക്കിയ പെയിന്റ് ഒക്കെ ഇളകി പോകുന്നതിന്റെ ഇതൊക്കെ കാണിക്കുന്നു, കണ്ടായിരുന്നു മോനെ? ഞാൻ വേണമെങ്കിൽ മോനെ ഒരു തൊഴിലാളിയെ വിട്ടു തരാം. ആ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന പോച്ചയും അതും ഒക്കെ ഒന്ന് ചെത്തിപ്പറിച്ച് വൃത്തിയാക്കണം. അത് മോൻ മുൻകൈ എടുക്കണം. അല്ല, മോൻ ഒരു ദിവസം വന്നാൽ മതി, ഞാനും കൂടെ വരാം. ഞാൻ ഒരു ജോലിക്കാരെയും കൊണ്ട് വന്നോണ്ടേ അത് ചെയ്യാം. മോന്റെ കോഴ്സ് കഴിഞ്ഞോ?
2 വർഷം കൊണ്ടുണ്ട് ഇല്ലയോ? കൊല്ലത്ത് എവിടെ താമസിക്കുന്നത് ഇപ്പം? തരുത്തലയാണോ? അയ്യോ, മാടനടയിലാണോ? ഞാൻ അതിന്റെ തൊട്ടടുത്ത മാമന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്, എൻ്റെ മോളെ. ഞാൻ വരുന്നുണ്ട്, വരുമ്പോൾ അങ്ങോട്ട് വരാം. മോനോടെ കാണുമോ? മോൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ, ഏത് സമയത്തും കേട്ടോ. ഏത് സമയത്ത് എന്താവശ്യമുണ്ടെങ്കിൽ മോൻ വിളിക്കണം. കാരണം മോനാണ് ഇപ്പോൾ ശരിക്കും എൻ്റെ കാഴ്ചപ്പാടിൽ അനാഥൻ എന്ന് പറയുന്നത്. അച്ഛനും ഇല്ല, അമ്മയില്ല, ഞങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും മോനുണ്ട് കേട്ടോ. ഓക്കെ മോനെ, വിളിച്ച് സംസാരിച്ചതിൽ ഒത്തിരി സന്തോഷം. ഓക്കെ മോനെ. ഈ കറണ്ടിന്റെ കാര്യം ചോദിച്ചിട്ടൊന്ന് പറയണേ. കറണ്ടിന്റെ ബില്ല് ചോദിക്കേണ്ടത്, കറണ്ടിന്റെ ബില്ല് വരുന്നത് കൺസ്ട്രക്ഷൻ പർപ്പസിലാണോ എന്ന് ചോദിച്ചിട്ട് മോനെ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഇപ്പൊ തന്നെ ഒന്ന് വിളിക്കണേ. ഓക്കെ. ഈ സാധനം പോസിറ്റീവായിട്ടുള്ളൊരു സാധനമാണ്. ഇനി ഞാൻ മോശക്കാരനായിരുന്നെങ്കിൽ ഈ മോൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? ദേഷ്യത്തോടെ പ്രതികരിക്കും. എന്നോട് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ മോൻ പറയുന്നത് എന്താ? അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ സഹായിച്ച ഒരാള് എന്ന് വെച്ചാൽ കോടിക്കണക്കിന് രൂപയോ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത ഒരാളല്ല, വാക്കുകൾ കൊണ്ടുപോലും ഒരു സഹായം കൊടുത്ത ഒരാളാണ് ഞാൻ. എന്നോട് ഇതൊക്കെ ചെയ്തത് വളരെ മോശമായിപ്പോയെന്ന് പറയാനുള്ളൂ. ഇപ്പോൾ രേണുസുതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പല രീതിയിലുള്ള വീഡിയോസ് വരാറുണ്ട്, അങ്ങനെയുള്ള. പക്ഷേ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ 2ാം ചരമവാർഷിക സമയത്ത് ഒരു വീഡിയോ വന്നിരുന്നു. അതിന്റെ വീടിന് മുന്നിൽ വെച്ചൊരു ഡാൻസ്. ഞാൻ വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോ ഒന്ന് കാണിച്ചു. ആ വീഡിയോ ഭയങ്കര എനിക്ക് അവനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ എനിക്ക് അവനോട് ഒറ്റ കാര്യം ചോദിക്കുന്നത്, നിന്റെ വീട്ടിലെ ഏതെങ്കിലും ഒരാളുടെ ചരമവാർഷികത്തിന് നീ ഡാൻസ് കളിക്കുമോ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാമായിരുന്നു. അവന് സൈക്കോ ആണെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു സൈക്കോ എന്ന് തോന്നുന്നു. സുധിലയത്തിൽ വന്ന് ചരമവാർഷികത്തിന് ഡാൻസ് കളിച്ച അതായത് വീടിനകത്തുനിന്നുള്ള വിഷ്വലാണ് ഈ കാണുന്നത്. വീടിനകത്തുനിന്നുള്ള വിഷ്വല്. സുധിക്ക് മുന്നിൽ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നു, പുറത്തിറങ്ങി ഒന്ന് ഡാൻസ് കളിക്കുന്ന വീഡിയോ ആണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നോർമൽ ഉള്ള ഒരാള് ഇത് ചെയ്യുമോ? അല്ല, ഇദ്ദേഹം ചെയ്തു തെറ്റാണ്. പക്ഷെ അതിനേക്കാളും വലിയ ലാസ്റ്റ് ഇതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാം? എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത് എനിക്ക് പറയാം, പുച്ഛമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. സ്വന്തം ഭർത്താവ് മരണപ്പെട്ടതിൻ്റെ ചരമവാർഷികത്തിന് ഒരു വേട്ടാവളിയും വന്ന് ഈ ഡാൻസ് കളിച്ചപ്പോൾ അവൻ ഡാൻസ് കളിച്ചില്ല. അവൻ്റെ വിവരമില്ലായ്മ എന്ന് പറയാം, അവൻ്റെ വിവരമില്ലായ്മ. അയാളുടെ വിവരമില്ലായ്മ ചോദിക്കണം. അതിന് ശേഷം അവൻ്റെ വിവരമില്ലായ്മ അവൻ ചെയ്തു. അവൻ ഡാൻസ് കളിച്ചു. മരിച്ച ആളുടെ ഭാര്യ പോയി എൻ്റെ അവനെ ഹസ്ബൻഡിൻ്റെ ചരമവാർഷികത്തിന് വന്ന് ഡാൻസ് കളിച്ച 1000 നന്ദി. ഇതാര് പറയും? മരണ വീട്ടിൽ പോയി ആരെങ്കിലും മിമിക്രി കാണിക്കുമോ? ആരെങ്കിലും അടിപൊളി പാട്ട് പാടുമോ? അല്ലെ ഡാൻസ് കളിക്കുമോ? അതൊരു മരണ വീടല്ലേ, വാർഷികമല്ലേ. ആ വാർഷികത്തിന് എന്ന് അവൻ ദുഃഖമല്ലേ പറയേണ്ടത്? അല്ലെ സുധി ജീവിച്ചിരുന്നപ്പോഴുള്ള കാര്യമല്ലേ? അല്ലെങ്കിൽ സുധിയുമായിട്ട് ഇവൻ എന്ത് ബന്ധം? അതായത് കൊല്ലം സുധി എന്ന മിമിക്രി കലാകാരന്റെ മരണത്തിന് ശേഷം 2ാം ചരമവാർഷികത്തിലാണ് സംഭവം ഉണ്ടായത്. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ വാർഷികം ആഘോഷിക്കപ്പെടുന്ന രീതിയിലല്ല ഇതിന് പോയത്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ നേരത്തെ കണ്ടിരുന്നോ ഈ വിഷയങ്ങളൊക്കെ? എന്നെ ആ പരിപാടിക്ക് വിളിച്ചിരുന്നത്, ഞാൻ പോവാഞ്ഞതാ. 1ാം ചരമവാർഷികത്തിനൊക്കെ പോയി എല്ലാം ചെയ്ത് അനുസ്മരണമൊക്കെ നടത്തി. പക്ഷേ 2ാം ചരമവാർഷികത്തിന് എന്നെ വിളിച്ചിരുന്നു. ഞാൻ അറിഞ്ഞുകൊണ്ട് പോകാഞ്ഞതാ. ഞാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ പോരെ എൻ്റെ കൂട്ടുകാരന്. ഞാനിവിടെ പോയി അവനെ ഞാൻ മോഹൻലാലിൻ്റെ ഫിഗർ ചെയ്യുമോ? ശരിയല്ലേ? ഞാനുണ്ടായിരുന്നെങ്കിൽ അവനെ മാറ്റി നിർത്തിയിട്ട് ഞാൻ അവനോട് പറഞ്ഞ് മനസ്സിലാക്കിയേനെ. എൻ്റെ ദൈവത്തിനാണ് സത്യം. ഞാൻ അന്ന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവനെ മാറ്റി നിർത്തിയിട്ട്, ഇവരെ പേരെന്തോ, അലൻ ജോസ് പെരേരയോ, അവനെ വിളിച്ചിട്ട് ഞാൻ ഇനി വന്ന് അവനൊരു കാര്യം പറഞ്ഞിട്ട് രഹസ്യമായിട്ട് വിളിച്ചിട്ട് അവനുള്ള സമ്മാനം കൊടുത്ത് ഞാൻ വിട്ടേനെ. അത് ഉറപ്പ്. ഞാൻ ധൈര്യമായിട്ടല്ലേ പറയുന്നത്. ഞാൻ കൊടുത്തേനെയായിരുന്നു. കാരണം ഇപ്പോൾ അവൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ, കല്യാണത്തിൻ്റെ അറബിയുടെ വേഷത്തിൽ ഇപ്പോൾ 25,000 രൂപയാണ്. അറിയില്ല. കല്യാണത്തിന്, അത് എൻ്റെ മോടെ കല്യാണത്തിൽ ഒന്ന് വിളിച്ചെന്ന് ആലോചിക്കുക. അവനെ 25 നമ്പറുണ്ട് പുള്ളിയുടെ, നമ്പർ ഒന്ന് സംഘടിപ്പിച്ച് തരുവാണെങ്കിൽ എൻ്റെ മകളുടെ കല്യാണം വരുന്നുണ്ട്. സെപ്റ്റംബർ 7-ാം തീയതി മോളുടെ കല്യാണ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ ആ പരിപാടിക്ക് ഞാൻ അലൻ ജോസ് പെരേരയെ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കാം. ഇപ്പോൾ നമ്പർ കിട്ടുവാണെങ്കിൽ ഇപ്പം തന്നെ വിളിച്ചിട്ട് നമുക്കിത് പ്രക്ഷേപണം ചെയ്യാമായിരുന്നു. ഹലോ, ഞാനിങ്ങനെ ഇന്ന ആളാണ്, നിങ്ങൾക്ക് എത്ര രൂപ ആകും, എൻ്റെ മോടെ കല്യാണത്തിന് എന്തൊക്കെ പെർഫോമൻസ് ചെയ്യുമെന്ന് ചോദിക്കായിരുന്നു. അല്ല, ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഒരു സീരിയസ് ആയി കാണേണ്ട സമയങ്ങളിൽ പോലും വിവാദമാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കോമഡി പീസാക്കുന്ന രീതിയിൽ, ശരിക്കും വെച്ചാൽ കൊല്ലം സുധി എന്ന് പറഞ്ഞാൽ അതിലെ കലാകാരനെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? അപമാനിക്കുന്നതിന് തുല്യ. കലാഭവൻ മണിച്ചേട്ടൻ മരിച്ചു,
ഒരു അനുസ്മരണം നടത്തുന്നുണ്ടല്ലോ. ഉണ്ട്. ആ അനുസ്മരണത്തിൽ ചെന്നിട്ട് ആരെങ്കിലും ഡാൻസ് കളിക്കുന്നുണ്ടോ? അല്ലെ മണിച്ചേട്ടൻ്റെ പാട്ട് പാടുന്നുണ്ടോ? പാട്ട് പാടാം, അതിനൊക്കെ വേറെ ഇതുണ്ടല്ലോ. ഈ ദൈവം തമ്പുരാൻ പകലും ഇരുട്ടും തന്നിരിക്കുന്നതിനാ. എന്നാൽ പിന്നെ പകല് മാത്രം പോരായിരുന്നു, അല്ലെ ഇരുട്ട് മാത്രം പോരായിരുന്നു. ഓരോന്നിനും ഓരോ മറയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇപ്പോൾ ഈ KHDC എന്ന് പറഞ്ഞ സംഘടന ഫേസ്ബുക്ക് കൂട്ടായ്മ 25 ലക്ഷം രൂപയോളം മുടക്കി ഒരു വീട് പണിത് കൊടുത്തു. അതിന് ബിഷപ്പ് നോബൽ ഫിലിപ്പ് സ്ഥലം കൊടുത്തു. ഇതിനെല്ലാം കാരണക്കാരനാരെന്നറിയോ? ഈ സംഭവത്തിനെല്ലാം കാരണക്കാരനായിട്ട് ഈ ലോകത്തിൽ ഒരേ ഒരാളേ ഉള്ളൂ. ഞാൻ നോക്കിയിടത്തോളം ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ. അദ്ദേഹം ഈ വസ്തു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. രേണുവിനെ എറണാകുളത്തോ വല്ല നല്ല ഫ്ലവേഴ്സ് ചാനലോ ആരെങ്കിലുമൊക്കെ ഫ്ലാറ്റോ വല്ല വാങ്ങി കൊടുത്തതിന് ഉറപ്പായിരുന്നു. അതവർ പറയുന്നുണ്ടല്ലോ. അതും രണ്ട് വീട് കിട്ടിയേനെ. മൂത്ത കുട്ടിക്ക് ഇളയ കുട്ടിക്ക് ഓരോ വീട് കിട്ടിയേനെ. താമസം വന്നാൽ അങ്ങനെ കിട്ടിയേനെ ആയിരുന്നു. ഞാൻ ഒരിക്കലും പരിഹസിച്ചതല്ല. ഒരു പക്ഷേ അവരാഗ്രഹിച്ച ശരിക്കും അതായിരുന്നു. അല്ല, ഇപ്പോൾ ശരിക്കും എന്ന് പറയാൻ രേണുവിൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരാഗ്രഹം ചിലപ്പോൾ ഇപ്പോൾ എറണാകുളത്തൊക്കെ ഡെയിലി ഷൂട്ടല്ലേ. അപ്പോൾ അവിടെ വല്ല ഒരു ഫ്ലാറ്റ് വല്ലതും വാങ്ങിയാലോ അല്ലെങ്കിൽ അവിടെ താമസിക്കുകയോ ചെയ്താൽ രേണുവിന് കുറച്ചുകൂടി നല്ലതാണ്, സേഫ്റ്റിയാണ്. ഇപ്പൊ രേണുസുതി ഇപ്പൊ നടിയായിട്ട് തിളങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഈ കൊല്ലം സുതിയുള്ള സമയത്ത് അവർക്ക് ഈ അഭിനയത്തിൽ താല്പര്യം ഉണ്ടായിരുന്നു. അവർ അഭിനയിക്കുന്നുണ്ടായിരുന്നല്ലോ രണ്ടുപേരും. അവരൊരുമിച്ച് അവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് സുതി മരിച്ചു കഴിഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ രേണു എല്ലാം കൂടെ ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടായിരുന്നു, ഗ്രൂപ്പ്. അത് ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് അവസാനം അത് ഡിലീറ്റ് ആക്കി കളഞ്ഞു. ഇപ്പോൾ വാട്സാപ്പ് കൂട്ടായ്മ, അത് കേൾക്കുക, വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കടം ചോദിയിൽ ഗൂഗിൾ പേയിൽ 1000 രൂപ ഇടാമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, രേണു ഇത് അപകടമാണ്, വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള പലരാണ്, വാട്സാപ്പ് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ ഷൂട്ടിങ്ങൊക്കെ തുടങ്ങാൻ വേണ്ടിയായിരുന്നു സുധിയുടെ പേരിൽ. അത് നിർത്തിയതാണ്. പിന്നെ ഇപ്പോൾ താങ്കൾ ഇപ്പോൾ അച്ഛനുമായിട്ട് സംസാരിക്കാറുണ്ട്, കിച്ചുമായിട്ട് സംസാരിക്കാറുണ്ട്, അതുപോലെ ചേച്ചിയായിട്ട് സംസാരിക്കാറുണ്ട്. രേണുസുതിയായിട്ട് ഈ വിഷയങ്ങളെ കുറിച്ച് എപ്പോഴെങ്കിലും സംസാരിച്ചിരുന്നു? ഇല്ല, ഒരുപാട് നാളായി സംസാരിച്ചിട്ട്. കാരണം രേണുവിൻ്റെ നമ്പരൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് തോന്നുന്നു ആ നമ്പരൊന്നും അല്ല ഇപ്പോൾ. രേണുവിൻ്റെ ഒരുപാട് നമ്പറുണ്ട്. എൻ്റെ രേണുസുതി കൊല്ലം, രേണുസുതി ന്യൂവ് എന്നൊക്കെ ഒരുപാട് നമ്പർ, രേണുസുതി വാട്സ് എന്നൊക്കെ ഉള്ള നമ്പറുണ്ട്. ഇപ്പോൾ ഈ നമ്പറൊന്നും വിളിച്ചാൽ കിട്ടത്തില്ല. ഈ നമ്പർ മാറുന്ന പറഞ്ഞാൽ നമ്മൾ സെലിബ്രിറ്റീസ് ആകുമ്പം കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ അവർ നമ്പർ അവർക്ക് സ്വകാര്യതയിലേക്ക് അവർ മാറ്റും. ഈ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ രേണുസുതി ഉന്നയിച്ചൊരു കാര്യമുണ്ട്. ഞാൻ ഇതുപോലെ വിവാദ പരാമർശങ്ങൾ നടത്താതിരിക്കാം, അതുപോലെ വേറെ ഷൂട്ടിങ്ങിന് പോകാതിരിക്കാം, എനിക്ക് മാസം 1 ലക്ഷം രൂപ വെച്ചിട്ട് നിങ്ങൾ തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. മാസം 1 ലക്ഷം രൂപയോ? ജില്ലാ കളക്ടർക്കില്ല മാസം 1 ലക്ഷം രൂപ ശമ്പളം. വീട്ടിൽ ഇരുന്ന നമ്മൾ നാട്ടുകാർ 1 ലക്ഷം രൂപ വെച്ച് കൊടുക്കാമെന്നോ? അത് മനസ്സിൽ വെച്ചാൽ മതി. വയ്യാത്ത ഒരാളാണെങ്കിൽ നമുക്ക് കൊടുക്കാം. അതായത് സാധാരണക്കാരനായ ഒരു മനുഷ്യന്, അതായത് അവർക്കൊരു 35 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ഒരു വീട് പണിത് അതിന്റെ കടബാധ്യതകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വാഹനം മേടിച്ചതിൻ്റെയോ അങ്ങനെയുള്ള വലിയ കടബാധ്യതകളൊക്കെ അതൊക്കെയാണ്. ഇങ്ങനെയുള്ള ഒന്നും ഇല്ലാതെയാണ് രേണുസുതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം KHDC എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയും ഫ്ലവേഴ്സും ബാക്കിയുള്ളവരൊക്കെ ചേർന്ന് ഒരു വീട് നോബൽ ഫിലിപ്പ് അതിന് സ്ഥലം നൽകി. അപ്പോൾ അതിന് യാതൊരുവിധ ബാധ്യതകളുമില്ല. അവർ നോബൽ ഫിലിപ്പ് എന്നോട് കഴിഞ്ഞ ദിവസം ബിഷപ്പ് നോബൽ ഫിലിപ്പ് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് 50 ലക്ഷം രൂപയോളം ആ വീടിനും സ്ഥലത്തിനും കൂടി ഇപ്പോൾ വില മതിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പം കൊടുത്ത 50 ലക്ഷം രൂപ മേളിൽ കിട്ടും. അത്രയും വില മതിക്കുന്ന ഒരു സ്ഥാപനത്തിന് 1 രൂപ പോലും കടം കൂട്ടാതെ ദാനമായി കിട്ടിയതാണ്. എന്നിട്ടും രേണുസുതിക്ക് 1 ലക്ഷം രൂപയോളം തന്നാൽ മാത്രമാണ് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന സാഹചര്യമാണ് ഇപ്പോൾ. 1 ലക്ഷം രൂപ എനിക്കൊന്ന് ഒരു വർഷത്തേക്കായിരിക്കും. അല്ല, ഓരോ മാസവും 1 ലക്ഷം രൂപ ഒക്കെ ആർക്കും എന്തെങ്കിലും പറയാമല്ലോ. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് രണ്ടുപേരും കൂടെ എത്ര മാസം ജീവിക്കാം? 6 മാസത്തോളം ജീവിക്കാം. 6 മാസത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജീവിക്കാം. ഞാൻ ഒരു സർക്കാർ ജീവനക്കാരനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ശമ്പളം കിട്ടുന്നതും ചിലവുമൊക്കെ കണക്കുള്ളതാണ്. നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ ചിലവഴിക്കുന്നത്. എനിക്ക് എൻ്റെ ഭാര്യയും 3 മക്കളും ഉണ്ട്. എനിക്കൊരു മാസം ഒരു മാക്സിമം ഒരു 20,000 രൂപ ചിലവ് വരും. അതിൽ കൂടുതൽ എനിക്ക് വരത്തില്ല. ഇപ്പോൾ രേണുസുതി പല വീഡിയോസും ചെയ്ത് റീച്ചായി നിൽക്കുന്ന ഒരാളാണ്. പലതരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ഇത് ഏതെങ്കിലും രീതിയിൽ ഇപ്പം ആ സംഘടനയുണ്ട്, ഇപ്പം പല രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. അത് ഏതെങ്കിലും താങ്കളുടെ സംഘടന, ഇപ്പോൾ സുധിയുടെ ഭാര്യ എന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങളുടെ മായിലെ ഒരംഗം പോലും രേണുസുതിക്കെതിരായിട്ട് ഒരു മെസ്സേജോ ഇതൊന്നും അയക്കുകയില്ല. കാരണം നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ. നമ്മുടെ കൂട്ടുകാരൻ്റെ ഭാര്യ ലോകം അറിയപ്പെടുന്നതിൽ നമുക്ക് സന്തോഷമല്ല ഉള്ളൂ. ഇപ്പം തന്നെ ബിഗ് ബോസിൽ പോകണം. എനിക്കൊന്ന് നെഗറ്റീവ് കമൻറ്റുകൾക്ക് വേണ്ടിയായിരിക്കും ഈ കുട്ടി ചെയ്യുന്നത്. കാലിലൊക്കെ പറഞ്ഞു കൊടുത്ത് കാണും,
ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വന്ന ബിഗ് ബോസിൽ കിട്ടും, എൻട്രി കിട്ടും എന്നൊക്കെ പറഞ്ഞ് ആരോ എന്തെങ്കിലും ഇതിൻ്റെ പിന്നിൽ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു സംശയമാണ്. അതുകൊണ്ടായിരിക്കും നെഗറ്റീവ് കമൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാൻ തന്നെ ഇപ്പം തന്നെ കുറച്ചധികം ഇൻ്റർവ്യൂ ആയി കുറച്ചാൾ കഴിയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവൻ എന്തിനാണ് ഇത് കയറി പറയുന്നതെന്ന്. എനിക്കെതിരെയും പറഞ്ഞ ഫേസ്ബുക്കിൽ പിന്നെ അതിൻ്റെ അകത്ത് ഒരാളൊരു കമൻ്റ് അടിച്ചിരിക്കുന്നു, ഇവൻ ഏതാടാന്ന്. എന്നെ വ്യക്തമായിട്ട് അറിയാവുന്നവനാണ് കമൻ്റ് അടിച്ചിരിക്കുന്നത്. എന്നെ വ്യക്തമായിട്ട് അറിയാവുന്നവനാണ് കമൻ്റ് അടിച്ചിരിക്കുന്നത്. പത്തനംതിട്ട തന്നെ ഒരാളാണ്. എന്നെ വ്യക്തമായിട്ട് എന്നെ രാവിലെയും വൈകിട്ട് അറിയാവുന്ന ഒരുത്തൻ ഇവൻ ആരാടാന്ന്. ഇപ്പം വീടിന്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ KHDC ഇപ്പോൾ ഫിറോസിയായിട്ട് താങ്കൾ സംസാരിച്ചു, നോബൽ ഫിലിപ്പായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും, രേണുവിന്റെ ഫാദറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും, പിന്നെ നിരവധി ആളുകളായിട്ട് സംസാരിച്ചു. ഇപ്പോൾ നിലവിലുള്ള ഒരു കൺക്ലൂഷൻ എന്താണ് ആ വീടിനെ സംബന്ധിച്ചുള്ളത്? നിലവിലെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നിലവിൽ ഇപ്പം ഞാൻ നോക്കിയിടത്തോളം ഒരു കുഴപ്പമില്ല. വീടിൻ്റെ ജിപ്സത്തിൻ്റെ ഒരു വിഷയത്തിൽ പുറകൊക്കെ ഇപ്പം നമ്മൾ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ടൈലാണെങ്കിൽ ഞാനിപ്പം ഇളക്കുവാണെങ്കിൽ ഇത് ഇളകി വീഴും. നമ്മൾ ചുരണ്ടിക്കൊണ്ടിരുന്നാൽ വീഴും, അത് തീർച്ചയായിട്ടും. പിന്നെ അവനവൻ്റെ വീട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ വീടിന് എന്ത് ഇപ്പം പിന്നെ മതിലിൻ്റെ കെട്ട് ഇളകിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അദ്ദേഹം മേശരിയാണല്ലോ, അദ്ദേഹത്തിന് ഒരു വരിയാകെ സിമെൻറ്റ് എടുത്ത് വെച്ച് അത് പോയിൻ്റ് ചെയ്ത് റെഡിയാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് അവർ പരിഹരിക്കുക, മുന്നോട്ട് പോവുക. അവർ അഭിനയ രംഗത്തേക്ക് തുടർന്ന് വീണ്ടും ഒരുപാട് അവസരങ്ങളിലേക്ക് അവർക്ക് കിട്ടട്ടെ, ഒരുപാട് വേദികൾ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ലാതെ എനിക്ക് അവരോട് യാതൊരു വ്യക്തിവൈരാഗ്യമില്ല, ഒന്നുമില്ല. എൻ്റെ പേര് അതിൻ്റെ അകത്ത് പറഞ്ഞത് കൊണ്ട് എനിക്ക് തീർച്ചയായും ഒരു വിശദീകരണം നൽകണം, അത് അത്രമാത്രമേ ഉള്ളൂ. അല്ലാതെ അവരുടെ സ്വകാര്യ കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാൻ പോത്തുമില്ല, ഇനിയൊട്ട് ഇല്ല. പക്ഷേ ഞാൻ സുധിയുടെ മൂത്ത മകനുമായിട്ട് എൻ്റെ മരണം വരെ ഞാൻ കോൺടാക്ട് ചെയ്യും. ആ കുട്ടിക്ക് വേണ്ട എന്ത് കാര്യങ്ങളുണ്ടെങ്കിലോ അത് ഞങ്ങൾ ചെയ്തു കൊടുത്തിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, ചെയ്യും, അത് ഉറപ്പാണ്.